ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ എങ്ങനെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു സ്ലിറ്റ് ചുരിദാറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ഒരു റോങ് വശം തിരിച്ചിടാം. പോക്കറ്റ് പൊതുവെ വലതുവശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ വലതുവശം ഏതാണ് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ടാപ്പ് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ ഷേപ്പ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 13.5 14 ഇഞ്ചിലേക്ക് നമ്മുടെ ഷേപ്പ് ലെങ്ത് വരിക. ഞാനിവിടെ 13 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മാത്രമായിരിക്കും നമ്മുടെ പോക്കറ്റിൻ്റെ ലെങ്ത്ത് കിട്ടുക. ഇനി നമുക്ക് ഈ പോയിൻറ്റുകൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ ഇതേപോലെ ഒരു കേർവ് ഷേപ്പിലാണല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്റ്റിച്ച് പോലെ തന്നെ നമുക്ക് ഈ രണ്ട് ലൈന് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. ശേഷം ഇതേപോലെ ഒരു അര ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുക. നമുക്കിവിടെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് മാത്രമേ ആവശ്യമുള്ളൂ. എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് വയ്യ ചെയ്യുന്നത്. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യണം. അതേപോലെ പോക്കറ്റിൻ്റെ എൻഡ് ലൈനിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യണം. നമ്മൾ ഈ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടെ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് ഉണ്ടാവും. അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. നെക്സ്റ്റ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായി നമുക്ക് ഇതേപോലെ ഒരു ക്ലോത്ത് എടുക്കുക. ഞാനിങ്ങനെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഒറ്റ ഫോൾഡിലുള്ളതാണെങ്കിൽ അങ്ങനെ ആയാലും രണ്ടായിട്ട് മടക്കിയാലും മതിയാവും. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് മുകൾ ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുക്കാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ ക്ലോത്തിൻ്റെ വിഡ്ത്തായി ഞാൻ 8 ഇഞ്ചും ലെങ്ത്തായിട്ട് 10 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് 2 പീസ് ക്ലോത്താണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ ക്ലോത്ത് തന്നെ ഫോൾഡ് ചെയ്തിട്ടാലും മതിയാവും. അങ്ങനെ ഇത് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. നെക്സ്റ്റ് നമ്മൾ വരച്ച ബോക്സിൻ്റെ വലത്ത് സൈഡിൽ നിന്ന് ഒരു അര ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. ശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ ലെങ്ത്തായിട്ട് നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതൊന്ന് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ക്യാമറയിൽ മുഴുവനായിട്ട് പെട്ടില്ല, എന്നാലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയാണ് ഞാൻ മാർക്ക് ചെയ്തത്. ആദ്യം അര ഇഞ്ച്, അതിനുശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ ലെങ്ത്ത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് വീതി നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈൻ. അതേപോലെ എൻഡ് ലൈനിലും വീതിയായിട്ട് അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ലൈൻസ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുക. അടുത്തതായി നമുക്ക് പോക്കറ്റിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ ഏത് ലൈനിലും കൂടെയാണ് നിങ്ങൾക്ക് വരക്കാൻ എളുപ്പം അതേപോലെ ഈ 2 പോയിൻറ്റുകൾ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പോക്കറ്റിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. ഈ വര കഴിഞ്ഞ് നമുക്ക് പുറത്തേക്കായിട്ട് ഒരു അര ഇഞ്ച് ക്ലോത്ത് എക്സ്ട്രാ കിട്ടുന്ന വിധത്തിലായിരിക്കണം വരയ്ക്കേണ്ടത്. അങ്ങനെ ഞാൻ പോക്കറ്റ് വരച്ചതിന് ശേഷം ഇതേപോലെ പിൻ ചെയ്ത് വെക്കുകയാണ്. 2 പീസ് ക്ലോത്താണ്, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതിരിക്കാൻ ഇങ്ങനെ പിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ച ഈ ലൈനിലേക്ക് കൂടി നമുക്ക് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ എൻഡിലെത്തുമ്പോൾ ഇവിടെയും ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് കൂടി ഒരു അര ഇഞ്ച് ക്ലോത്ത് എക്സ്ട്രാ ഇതേപോലെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൂടി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ഏകദേശം റെഡിയായി. ഇനി നമുക്ക് നെക്കിൽ ചെയ്യുന്നത് പോലെ അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ടിട്ട് മുഴുവനായിട്ട് നമുക്ക് കട്ടിട്ടിട്ട് വരാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ചുരിദാറിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ച് നമ്മൾ അയച്ച് മാറ്റണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനിലും എൻഡ് ലൈനിലും ഞാൻ ലോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതുപോലെ ലോക്ക് ഇട്ടതിന് ശേഷം ഈ സ്റ്റിച്ച് ഒന്ന് അയച്ച് മാറ്റുക. ഇനി നമ്മൾ പോക്കറ്റ് വെക്കാനായിട്ട് നമ്മൾ ചുരിദാറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈൻ ഒന്നും കൂടി ഷാർപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ അര ഇഞ്ച് വീതി മാത്രമാണ് അവിടെ വേണ്ടത്. ആ ലൈൻ ഇതേപോലെ തന്നെ വരച്ച് അര ഇഞ്ച് വീതി താഴെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഓൾറെഡി ചുരിദാർ അടിക്കുമ്പോൾ 1.5 ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ആകെ അര ഇഞ്ച് ക്ലോത്ത് മാത്രമാണ് നമുക്ക് അവിടെ വെക്കേണ്ടത്. ബാക്കി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിക്കളയുക. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിട്ടും. ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമ്മുടെ പോക്കറ്റിൻ്റെ സെൻറ്റർ ഇതേപോലെ ഓപ്പൺ ആക്കിയിടുക. അതേപോലെ നമ്മുടെ ചുരിദാറിൻ്റെ നമ്മൾ ഓപ്പൺ കൊടുത്ത ആ ഭാഗത്ത് ഇതേപോലെ ഓപ്പൺ ആക്കി 2 സെൻറ്ററുകളും ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതേപോലെ പിൻ ചെയ്യുക. ശേഷം ചുരിദാറിൻ്റെ ഒരു ക്ലോത്തും പോക്കറ്റിൻ്റെ ഒരു ക്ലോത്തും ഇതേപോലെ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ കാണുന്ന രീതിയിൽ പോക്കറ്റിൻ്റെ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ശേഷം നെക്സ്റ്റ് ഇപ്പുറത്തെ വശം കൂടി ഇതേപോലെ 2 ക്ലോത്തിൻ്റെ ഓരോ പീസുകൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ച് പോക്കറ്റ് ക്ലോസ് ആവാത്ത വിധത്തിൽ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതും എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടാണുള്ളത്.
ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് അതൊന്ന് സ്ട്രോങ് ആക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ പോക്കറ്റിൻ്റെ ഷേപ്പിൽ മുഴുവനായിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്. എൻഡിലെത്തുമ്പോൾ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ അവിടെ കിട്ടുകയും ചെയ്യും എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പോക്കറ്റ് നല്ല രീതിയിൽ ഫിനിഷായി വന്നിട്ടുണ്ട്. പോക്കറ്റ് ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഫോണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.